السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നമ്മുടെ വ്യവഹാരങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള പുണ്യങ്ങൾ, ഇഹ്സാനുകൾ, ദുനിയാവിലും ആഖിറത്തിലും ലാഭം കിട്ടുന്ന കച്ചവടത്തിലെ ഒരു ഭാഗം, അതിൻ്റെ മൂന്നാമത്തെ കാര്യം, കച്ചവടത്തിലെ പുണ്യങ്ങളിലെ മൂന്നാമത്തെ കാര്യമാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ പറഞ്ഞു വച്ചത്. അഥവാ സാമ്പത്തികമായി കരുത്തുള്ള കച്ചവടക്കാർ, സാമ്പത്തികമായി ഭദ്രതയുള്ള, സുരക്ഷയുള്ള ബിസിനസ്സുകാർ തങ്ങളുടെ മുന്നിൽ വരുന്ന കഷ്ടതകൾ അനുഭവിക്കുന്ന കസ്റ്റമേഴ്സിനെ, നാട്ടിലും പരിചയത്തിലുമുള്ള പാവങ്ങളായ ആളുകളെ പരിഗണിക്കണം. അവർക്ക് അത്യാവശ്യ ചരക്കുകൾ വിൽക്കുമ്പോൾ ജീവിക്കാൻ വേണ്ട ആഹാരം, അല്ലെങ്കിൽ വസ്ത്രം, അല്ലെങ്കിൽ മരുന്ന്, അത്യാവശ്യ വിഭവങ്ങൾ, ചരക്കുകൾ പാവങ്ങൾക്ക് വിൽക്കുമ്പോൾ ലാഭം ഇച്ചിരി കുറച്ചിട്ടാണെങ്കിലും അവരെ സഹായിക്കുകയാണ് വേണ്ടത്. അത്യാവശ്യ ചരക്കുകൾ ആവശ്യമാകുന്ന നേരത്ത് കയ്യിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു പാവത്തിനെയും തിരിച്ചയക്കാതെ കടം നൽകണമെന്നും, കടത്തിൻ്റെ അവധിയെത്തിയാൽ അത് വീട്ടിത്തരാൻ അവർക്ക് അസാധ്യമാകുന്ന വേളകളിൽ ആ അവധി വീണ്ടും നീട്ടിക്കൊടുക്കുകയും, കടം വീട്ടാൻ ഒരു നിർവാഹവുമില്ല, മക്കൾക്ക് ചിലവിനുള്ളത് മേടിച്ചതാണ്, അല്ലെങ്കിൽ മരുന്ന് വാങ്ങിച്ചതാണ്, വീട്ടാനൊരു മാർഗവുമില്ലാതെ നിസ്സഹായരായി അവർ പൊറുതിമുട്ടുമ്പോൾ അതറിയുന്ന സാമ്പത്തിക ശേഷിയുള്ള കച്ചവടക്കാർ അത് പൊരുത്തപ്പെട്ട് ദാനമാക്കി കൊടുക്കുന്നതിൻ്റെയൊക്കെ മഹത്വമാണ് കഴിഞ്ഞയാഴ്ച വിശദീകരിച്ചത്. ഈ പറഞ്ഞതൊന്നും ഒരു ചെറിയ സുന്നത്തായി, ഒരു ചെറിയ പുണ്യമായി നിങ്ങൾ കാണരുതേ. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾ പിടിച്ച സുന്നത്ത് നോമ്പുകൾ, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ നിർവഹിച്ച സുന്നത്ത് നിസ്കാരങ്ങൾ, അതിനേക്കാൾ അല്ലാഹുവിങ്കൽ കൂലിയും വാല്യവും ഈ ഒരു കാര്യത്തിനായിരിക്കും ഉണ്ടാവുക. എന്നല്ല, ഈ കാര്യത്തിന് അവകളെക്കാൾ മൂല്യമുണ്ട്, വീര്യമുണ്ട് എന്നാണ് നമ്മുടെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞയാഴ്ച പറഞ്ഞല്ലോ അതിൻ്റെ പുണ്യം പഠിപ്പിക്കാൻ ഒരു ഹദീസ്. ഒരു കച്ചവടക്കാരൻ, ഒരു നന്മയും അയാളുടെ അക്കൗണ്ടിലില്ല, നിർബന്ധ കർമ്മങ്ങളിൽ വീഴ്ചയുണ്ട്, പുണ്യങ്ങളൊന്നും അയാളുടെ കർമ്മപുസ്തകത്തിലില്ല.
അങ്ങനെ തീർത്തും റോങ്ങായ ഒരു കച്ചവടക്കാരൻ, ഒരു കുറ്റവാളിയായ കച്ചവടക്കാരൻ, നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ആ മനുഷ്യൻ ഹാജരാക്കപ്പെടുകയും തന്റെ ഹസനാത്തുകൾ, പുണ്യകർമ്മങ്ങൾ പരിശോധന നടത്തുന്ന വേളയിൽ അവിടം ശൂന്യമായി കാണുന്നു. ഒരു നന്മയും അയാളുടെ അക്കൗണ്ടിലില്ല. ഈ സന്ദർഭത്തിൽ ആ മനുഷ്യനോടായി ചോദിക്കപ്പെടുന്നത്, അല്ല ചങ്ങാതി, നീ ഒന്നും ചെയ്തിട്ടില്ലേ എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യം വരുമ്പോൾ റബ്ബാനിയായ കോർട്ടിൽ, അള്ളാഹുവിന്റെ കോടതിയിൽ ആ മനുഷ്യൻ പറയുന്ന മറുപടി, ഞാൻ കാര്യമായി ഒരു നന്മയും ഒരു പുണ്യവും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരേ ഒരു പുണ്യം ഇതാണ്. ഏതാണ്? എൻ്റെ മുന്നിൽ ഗതിയില്ലാത്ത കസ്റ്റമേഴ്സ് വരുമ്പോൾ ഞാൻ കടം കൊടുക്കും. എന്റെ മുന്നിൽ കടം വീട്ടാൻ അസാധ്യമായ പട്ടിണിപ്പാവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഞാനത് മാപ്പ് കൊടുക്കും, ഇളവ് കൊടുക്കും, ദാനമാക്കി കൊടുക്കും. ഇത് ഞാൻ മാത്രമല്ല, എന്റെ കടയിലെ തൊഴിലാളികൾക്കും ഞാൻ ഈ നിർദ്ദേശം നൽകിയിരുന്നു. ഇതല്ലാത്തതൊന്നുമില്ല അല്ലാ എന്ന് മറുപടി പറയുമ്പോൾ ഫഗഫറല്ലാഹു ലഹു, അല്ലാഹു ആ മനുഷ്യനെ വീഴ്ചകളൊക്കെ പുറത്തു കൊടുക്കുകയും ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യും എന്ന് പറഞ്ഞ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണ്. സ്വാദിഖുൽ അമീനായ മുത്തു റസൂലിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. വഹിയിന്റെ വെളിച്ചത്തിൽ പടച്ച തമ്പുരാനിൽ നിന്ന് വന്ന സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് ഇത് നിസാരല്ല. സഹജീവികൾക്ക് സൗകര്യത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുക. നമുക്ക് മുന്നിലുള്ള അവശരായ മനുഷ്യന്മാർക്ക് എളുപ്പത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ തുറന്നു കൊടുക്കുമ്പോ അള്ളാഹു നമുക്കും എളുപ്പത്തിന്റെ വാതിൽ തുറന്നു തരും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുമൊഴി, ഇസ്മഹ് യുസ്മഹ് ലക. ഇസ്മഹ്, നീ മറ്റുള്ളവർക്ക് എളുപ്പത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുക. നീ ബ്ലോക്ക് ഉണ്ടാക്കല്ലേ, നീ ഇടുക്കല്ലേ, നീ സങ്കുചിതമാവല്ലേ. ഇസ്മഹ്, സിമ്പിളാക്കി വിട്, സൗകര്യം ചെയ്തു കൊടുക്ക്. എളുപ്പത്തിന്റെ മയത്തിന്റെ വാതിൽ നിന്റെ മുന്നിൽ ക്ലേശമനുഭവിക്കുന്നവരുടെ മുമ്പാകെ നീ എളുപ്പത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ യുസ്മഹ് ലക, നിന്റെ മുമ്പാകെ പടച്ച തമ്പുരാൻ എളുപ്പത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ച് തരുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വഴലൊക്കെയാണ് ഇതിലങ്ങോട്ട് കേറിയിട്ട് കൽബില് പോയിട്ട് അവിടെ സേവായിട്ട് ആ കൽബിലുള്ള മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ കച്ചവടം ചെയ്യാം. ആ കച്ചവടത്തിന്റെ നേട്ടം, സന്തോഷം, ബറക്കത്ത് ഇവിടെ നമ്മിലും കുടുംബത്തിലും ഖബറിലും മഹ്ശറയിലും സ്വർഗത്തിലും കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ താബിഈങ്ങളിലെ പ്രമുഖരായ പണ്ഡിതൻ, വിശ്വപ്രസിദ്ധ ജ്ഞാനി ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കച്ചവടം നടത്തിയ സംഭവം ചരിത്രത്തിൽ കാണാം. മഹാനവർകൾ തന്റെ കോവർ കഴുതയെ ഒരു സാധുവിന് വിറ്റു. അന്നത്തെ വെഹിക്കിൾസ് അനിമൽസ് ആണല്ലോ, മൃഗങ്ങളാണല്ലോ അന്നത്തെ, മോട്ടോർ വാഹനങ്ങളില്ലല്ലോ. കോവർ കഴുത എന്ന് പറഞ്ഞാൽ മിഡിൽ വെഹിക്കിളാണ്, ഒരു ഇടത്തരം വാഹനമാണ്. മേത്തരം വാഹനം നല്ല ഇനം കുതിരകളാണ്. ലോ ക്ലാസ് വാഹനം കഴുതകളാണ്. മിഡിൽ വാഹനങ്ങളാണ് കോവർ കഴുത. എന്നുവെച്ചാൽ കുതിരയും കഴുതിയും രണ്ടും കൂടെ മേളിച്ച ശങ്കര വർഗമാണ് കോവർ കഴുത. ഈ കോവർ കഴുതയെ ഹസൻ ബസരി തങ്ങൾ ഒരു പാവം മനുഷ്യന്, നടക്കാനൊന്നും പറ്റാത്തൊരു മനുഷ്യന് വിറ്റു. എത്ര വില? 400 ദിർഹംസ്, 400 വെള്ളി നാണയങ്ങൾ വില ഉറപ്പിച്ച് വിറ്റു. റൊക്കം കാശ് കൊടുത്തില്ല. റൊക്കം കാശ് 400 ദിർഹമും കൊടുത്തില്ല. പക്ഷേ കോവർ കഴുതയെ കൊടുത്തു. അങ്ങനെയല്ലേ നമ്മൾ വണ്ടി കച്ചവടം ചെയ്യുമ്പോൾ ചിലപ്പോൾ 10 പൈസ അഡ്വാൻസ് കൊടുക്കില്ല. RC അവിടെ പിടിച്ചു കൊടുത്തിട്ട് വണ്ടി കൊണ്ടുപോയിക്കോ എന്ന് പറയുമല്ലോ. ഇതുപോലെ ആ വാഹനം ഹസൻ ബസരി തങ്ങൾ ആ സാധുവിന് കൊടുത്തു. എന്നാ കാശ് തരാ?
ഒരു 10-15 ദിവസം കഴിയട്ടെ, 400 ദിർഹംസ് തരാം. ആ എഗ്രിമെന്റിൽ ആ ബിസിനസ് നടന്നു. അവധി വന്നപ്പോ, വാഹനത്തിന്റെ പണം കൊടുക്കാനേറ്റ സമയം വന്നപ്പോ, ഈ കോവർ കഴുതയെ മേടിച്ച സാധു ഹസൻ ബസരി തങ്ങളുടെ സവിധത്തിൽ വന്ന് തലക്ക് ചൊറിഞ്ഞിട്ട് ഇങ്ങനെ നിന്നു. ആ നിപ്പ് കണ്ടാൽ തന്നെ അറിയാം എന്താണ്. എന്നിട്ട് ചോദിച്ചു, സംഗതി നമ്മൾ 400 ദിർഹമൊക്കെ വില പറഞ്ഞുറപ്പിച്ച് കച്ചവടം ചെയ്തതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചോടത്തുനിന്ന് ഫണ്ട് വന്നില്ല. വിലയിൽ ഒന്നുകൂടെ ഇളവ് ചെയ്യാമോ? നമ്മളാണെങ്കിൽ എന്താ പറയാ, ആ വക ഡയലോഗ് ഇവിടെ പാടില്ല. മര്യാദക്ക് അന്ന് പറഞ്ഞ സമയത്തുള്ള പൈസ തന്നേക്കണം. ഇല്ലെങ്കിൽ ആ വാഹനം ഇങ്ങോട്ട് ഏൽപ്പിച്ചേക്ക്, 15 ദിവസം ഉപയോഗിച്ചില്ലേ അതിന്റെ നഷ്ടമാണ് വക വെച്ച് തന്നേക്ക്. ഇതല്ലേ നമ്മൾ പറയാൻ ന്യായമുണ്ട്. ഇദ്ദേഹം വന്ന് പറഞ്ഞു, തുക ഒത്തില്ല, അതുകൊണ്ട് 400 ദിർഹംസിൽ ഒരു ഇളവ് തരണം മഹാനെ. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പുഞ്ചിരി തൂകി ആ സാധുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ശരി, 100 ദിർഹംസ് ഞാൻ കുറച്ചു. ഒറ്റയടിക്ക് 25% വില അങ്ങോട്ട് കുറച്ചു. 400 അല്ലേ പറഞ്ഞത്, 100 ദിർഹം ഞാൻ കുറച്ച് തന്നിട്ടുണ്ട്, 300 തന്നാ മതി. അയാൾക്ക് അത് കൊടുത്തിട്ട് പോയാൽ മതി. അയാൾ പിന്നെയും തലയെ ചൊറിഞ്ഞവിടെ നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, 300 ഒക്കണില്ല, ഒന്നുകൂടെ ഇളവ് ചെയ്യാവൂ. അപ്പോൾ ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, മഹാന്മാരായ സ്വഹാബാക്കളിൽ നിന്ന് ദീന് പഠിച്ച ഉത്തമ നൂറ്റാണ്ടിലെ ദീനിലെ നായകർ, മഹാനായ സയ്യിദു താബിഈൻ, താബിഈങ്ങളിലെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ മാത്രം ഉയർന്ന മഹാനവറുകൾ പറഞ്ഞു, നിവൃത്തിയില്ലെങ്കിൽ 100 കൂടെ ഞാൻ നിനക്ക് സ്വതക്കയാക്കി ഇളവ് ചെയ്യാം, ദാനമാക്കി നീയത്താക്കാം, നീ 200 തന്നാ മതി. 50% പറഞ്ഞ വിലയിലാണ് കുറച്ചു. അയാൾ പറഞ്ഞു, അത് ഒത്തിട്ടുണ്ട്. ആ 200 ദിർഹംസ് കൊടുത്ത് അദ്ദേഹം പോയപ്പോൾ സംഭവത്തിന് സാക്ഷികളായ അവിടെ മറ്റു താബിഈകളും മഹാന്മാരുണ്ട്. അവരൊക്കെ ചോദിച്ചു, 400 എന്ന് പറഞ്ഞത് അതിന്റെ ഒരു ന്യായ വില, കൊള്ള വിലയൊന്നുമില്ല. നാട്ടു നടപ്പനുസരിച്ച് ഇന്നൊരു കോവർ കഴുത ആരോഗ്യമുള്ള സാധനത്തിന് 400 എന്ന് പറഞ്ഞാല് ഒരു മിതമായ നിരക്കാണ്. എന്നിട്ടും താങ്കൾ പകുതി വിലക്ക് വിൽക്കുകയോ? മഹാനവർകൾ അതിനു കൊടുത്ത മറുപടി, ഹാകദാ യകൂനുൽ ഇഹ്സാൻ, ഇങ്ങനെയാണ് ഇഹ്സാൻ ചെയ്യാൻ സാധിക്കുക. അല്ലാഹു പറഞ്ഞല്ലോ, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നിനക്ക് ഗുണങ്ങൾ ചെയ്തതുപോലെ നീയും അല്ലാഹുവിന്റെ മാർഗത്തിൽ അവശരായവർക്ക് ഗുണം ചെയ്യുക. നമ്മളാരും ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളും പണങ്ങളും അല്ലാഹു അവന്റെ ഭാഗത്ത് നിന്ന് ഗുണമായി ഏൽപ്പിച്ചതാണ്, തന്നതാണ്. ഈ തന്നതുപോലെ അല്ലാഹു പറഞ്ഞ ഇടങ്ങളിൽ, മാർഗത്തിൽ, പാവപ്പെട്ടവരുടെ മാർഗങ്ങളിൽ നീ ഇഹ്സാൻ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇഹ്സാൻ ചെയ്യാൻ സാധിക്കുക. അല്ല തലക്കുത്തി മറിഞ്ഞിട്ട് മാത്രല്ല, ഈ ബാക്ക് സീറ്റ് പൊക്കിയിട്ടുണ്ടല്ലോ പള്ളിയിൽ വന്നിട്ട് ഈ തലക്കുത്തി മറിയല്, അതുകൊണ്ട് മാത്രമേ ഇഹ്സാൻ ആവൂല. ഹാക്കദാ യകൂനുൽ ഇഹ്സാൻ, അല്ലാഹു നന്മ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് സാധിക്കുക. എങ്ങനെ? സാമ്പത്തിക ഇടപാടിലുള്ള ഇളവുകൾ. മുഅ്മിനീങ്ങളെ, പാവങ്ങളായ കസ്റ്റമേഴ്സിന്, പാവപ്പെട്ട ആളുകൾക്ക് ഇളവ് ചെയ്യണമെന്നും അവർക്ക് കടം നൽകേണ്ട ഘട്ടം വരുമ്പോൾ കടം നൽകണമെന്നും അതിന് വലിയ പുണ്യമുണ്ടെന്നും നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിന്റെ പുണ്യം എന്ന് കേട്ടോ. ക്രെഡിറ്റ് ഇല്ലാതെ ബിസിനസ് നടക്കുവോ? നടക്കൂല. എന്നിട്ട് അത് വരുമ്പോ ഇങ്ങനെ ഓരോരുത്തർ പല്ലിളിക്കുകയാണ്, വല്ലാത്ത അസ്വസ്ഥതയാണ്. എന്നാ കേട്ടോ, മാന്യമായ സമയത്ത് ക്രെഡിറ്റ് കൊടുത്താല്, കടം കൊടുത്താല് എന്താ അതുകൊണ്ടൊക്കെ ഉള്ള നേട്ടം നമ്മൾ അറിയണല്ലോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അഖറള ദീനാറാ ഇലാ അജലിൻ, ഒരാൾ ഒരു സ്വർണ്ണ നാണയം കടം കൊടുത്തു, ഇലാ അജലിൻ,
ഒരു അവധി പറഞ്ഞ് കടം കൊടുത്തു. സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ അന്ന് ഉപയോഗിച്ചിരുന്ന പണമാണ്. ഇന്നൊരു 100 രൂപ കടം കൊടുത്തു ഉദാഹരണം. അല്ലെങ്കിൽ 5 kg അരി കടം കൊടുത്തു, അല്ലെങ്കിൽ 2 കിലോ പഞ്ചസാര കടം കൊടുത്തു. ഇലാ അജലിൻ, ഒരവധി. സാധാരണ 1-ാം തീയതിയാണ്, അല്ലെങ്കിൽ 15-ാം തീയതിയാണ്, അല്ലെങ്കിൽ 5-ാം തീയതിയാണ് കാശ് കിട്ടുക, അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും ശനിയാഴ്ചയാണ് കാശ് കിട്ടുക. എങ്ങനെയാലും ഒരു അവധി പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും ന്യായമായ സമയങ്ങളിൽ കടം കൊടുത്താൽ ഫലഹു ബികുല്ലി യൗമിൻ സദഖ ഇലാ അജലിഹി. ഫലഹു ബികുല്ലി യൗമിൻ സദഖ ഇലാ അജലിഹി. 15-ാം തീയതിയാണ് കടം മേടിച്ചത്, 1-ാം തീയതി തരാം എന്ന വ്യവസ്ഥയിൽ. അങ്ങനെയാണെങ്കിൽ ഫലഹു ബികുല്ലി യൗമിൻ സദഖ, ഓരോ ദിവസവും സദഖ ചെയ്ത കൂലിയുണ്ട്. ഇലാ അജലിഹി, അത് വീട്ടുന്ന ദിവസം വരെ. 15-ാം തീയതി കടം മേടിച്ചിട്ട് എപ്പോഴാ പൈസ കൊടുക്കണേ? ചരക്ക് കടം മേടിച്ചിട്ട് പൈസ എപ്പോഴാ കൊടുക്കണേ? 1-ാം തീയതി. ഈ 15 ദിവസവും 5 കിലോ അരി വീതം സദഖ ചെയ്ത കൂലി. 500 രൂപയാണ് കടം കൊടുത്തതെങ്കിൽ ആ അവധി എത്തുന്ന ദിവസം എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം ആ തുക ഇങ്ങനെ സ്വതക്ക ചെയ്ത കൂലി. ഇതുകൊണ്ട് തന്നെ മുത്ത് റസൂല് തുടർന്നു പറയുന്നു ഈ ഹദീസിന്റെ ബാക്കി ഭാഗം, ഫഇദാ ഹല്ലൽ അജലു ഫഅൻളിർഹു ബഅദഹു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അവധി എത്തിയാൽ തന്നെ പിന്നെയും സാവകാശം നിങ്ങൾ ആവശ്യമാകുമ്പോൾ കൊടുക്കണേ. ഫഇദാ ഹല്ലൽ അജലു, പറഞ്ഞ അവധി എത്തിയാലും ഫഅൻളിർഹു ബഅദഹു, പിന്നെയും അവധി നിങ്ങൾ നീട്ടിക്കൊടുക്കണേ. എന്തുകൊണ്ട് അത്രയും ദിവസം ആ തുക അല്ലെങ്കിൽ ആ ചരക്ക് സ്വതക്ക ചെയ്ത പുണ്യം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ 1-ാം തീയതി സാധു കാശും കൊണ്ട് ഇങ്ങനെ വന്നപ്പോ ചോദിക്കുക, അല്ല പ്രാരാബ്ദത്തിനൊക്കെ കുറവുണ്ടോ, ടൈറ്റൊക്കെ ഒന്ന് ലൂസായോ, അതോ എവിടുന്നെങ്കിലും തിരിച്ചു മറിച്ച് കൊണ്ടുവന്നേക്കണതാണോ എന്ന് ചോദിക്കുക. അപ്പൊ പറയും, പുള്ള ഹോസ്പിറ്റലിലാ, ശമ്പളം കിട്ടിയത് മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുത്തു, നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് പ്രകാരം 1-ാം തീയതി തരേണ്ടതല്ലേ, ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് മറിവ് നടത്തിയതാ, എന്നാ ഒരു കാര്യം ചെയ്യ്, ആ മറിച്ചോടെ തന്നെ അത് കൊണ്ടുപോയി തിരിച്ചേൽപ്പിച്ചേക്ക്, ഈ പുണ്യം എനിക്ക് കിട്ടിക്കോട്ടെ. നീ ചിലപ്പോ അടുത്ത 1-ാം തീയതി ആയിരിക്കും തരിക, ആ 1-ാം തീയതി വരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം, ആ പുണ്യം എനിക്ക് തന്നെ ഇരിക്കട്ടെ. മഹാന്മാരായ സ്വഹാബാക്കൾ മുത്തുനബിയുടെ കൂടെ നടന്ന് ദീന് പഠിച്ച, ആ തിരുനാത്തിന്റെ സാമീപ്യം അനുഭവിച്ച, ആ ചൂരും മണവും ആസ്വദിച്ച, ആ തിരുനാവിൽ നിന്ന് മൊഴിമുത്തുകൾ പെറുക്കിയെടുത്ത, ആ റഹ്മത്തുല്ലിൽ ആലമീന്റെ ചൈതന്യം പകർന്നു കിട്ടിയ മഹാന്മാരായ സ്വഹാബത്തും പിറകെ വന്ന താബിഈങ്ങളും അതേ സലഫു സ്വാലിഹുകൾ കടം കൊടുത്താൽ, ആ അവധി പറഞ്ഞ് കടം കൊടുത്താൽ, ആ അവധി വന്നാൽ അവർക്കൊരു നെഞ്ചിടിപ്പാണ്. നമുക്കുണ്ടാവും കടം കൊടുത്ത അവധി എത്താൻ നേരത്തെ ഒരു നെഞ്ചിടിപ്പ്. എന്തുകൊണ്ട്? അത് കിട്ടൂലേ എന്നുള്ള നെഞ്ചിടിപ്പ് അല്ലേ? സ്വഹാബാക്കൾക്ക് സലഫു സ്വാലിഹീങ്ങൾക്ക് അവധി എത്താൻ നേരത്തെ ഒരു നെഞ്ചിടിപ്പ്. എന്തിന്? അതേറ്റാ ചങ്ങാതി കൊടുന്നു വന്ന് തരുവോ, തരണ്ട, ചിരി കൂടി നീണ്ടുപോട്ടെ എന്നുള്ള നിലക്ക്. പൊന്നാര മുസ്ലിയാരെ, ഈ വക വഴലൊക്കെ പള്ളിയിൽ പറയാം, ചന്തയിൽ ഇതൊന്നും നടപടിയുള്ള കേസെട്ടല്ല. അങ്ങനെയല്ല ഇവിടെ പറയാ, കേസെട്ട് അല്ലേ? ഇതൊന്നും ചന്തയിൽ നടക്കുന്ന കേസെട്ടല്ല, പള്ളിയിൽ പറയാം. മുസ്ലിയാർക്കൊരു വിഷയം വേണ്ടേ? ഇവിടെ നിന്നു പോകുന്ന കാലത്തോളം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനൊരു വിഷയം വേണ്ടേ? പള്ളിയിൽ പറഞ്ഞോ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. എന്നും ഈ ചരക്കും ഈ സ്വത്തും കെട്ടിപ്പിടിച്ച് ഞാനും നിങ്ങളും ഈ ലോകത്ത് നിൽക്കില്ല കൂട്ടരെ. ഒരു ദിവസം നമ്മുടെ ശ്വാസം അടങ്ങും, ചേതനയറ്റുപോകും, ശരീരം തണുത്ത് മരവിച്ചു പോകും, താമസം കബററയിലേക്ക് മാറ്റേണ്ടി വരും. അവിടെയും വേണ്ടേ നമുക്ക് ഇച്ചിരി വിഭവം, ഇച്ചിരി ലാഭം, പിടിച്ചു നിൽക്കാൻ വേണ്ട പാഥേയം, ചരക്ക്, അവിടെയും വേണ്ടേ നമുക്ക്? അത് വേണമെങ്കിൽ അള്ള പറഞ്ഞു, വഅൻഫിഖൂ ഫീ സബീലില്ലാഹ് വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക വഅഹ്സിനൂ
ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. സൂറത്തുൽ ബഖറ 195. വഅൻഫിഖൂ ഫീ സബീലില്ലാഹ്. ചാൻസ് കിട്ടുമ്പോഴൊക്കെ അള്ളാഹുവിന്റെ വഴിയിൽ നിങ്ങൾ ചെലവാക്കുക. അത് കടം കൊടുക്കലും ചെലവാക്കൽ തന്നെ, സ്വതക്ക കൊടുക്കൽ മാത്രല്ല, അവധി നീട്ടിക്കൊടുക്കലും ചെലവാക്കൽ തന്നെ. അള്ളാഹുവി പറഞ്ഞ വഴിയിൽ നിങ്ങൾ ചെലവാക്കാൻ പറ്റുന്നിടത്തോളം ചെലവാക്കുക. പൈസ ഇല്ലാതെ കടം പറഞ്ഞ് സാധനം മേടിക്കാൻ വരുന്ന ആൾക്കും കൊടുക്കുക. അൻഫിഖൂ വലാ തുൽഖൂ ബിഐദീകും ഇലത് തഹ്ലുകത്തി. നിങ്ങൾ നാശത്തിൽ കൈയിടരുതേ. നിങ്ങളുടെ കരങ്ങൾ കാരണം നിങ്ങൾ നാശത്തിൽ പതിക്കുന്നത് സൂക്ഷിക്കുക. മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, നാശത്തിൽ കൈയിടരുത് എന്ന് ഇവിടെ പറഞ്ഞത് പിശുക്കി പിടിക്കരുത് എന്നാണ് അതിനർത്ഥം. ഒരാൾക്ക് ഒരു 5 പൈസന്റെ ഉപകാരം ചെയ്യൂല, കടവും കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. അത് നാശമാണ്. നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ നാശത്തിൽ വീണെന്ന ഏർപ്പാടാണ്. വഅഹ്സിനു വഅഹ്സിനു. നിങ്ങൾ നന്മ ചെയ്യൂ, സാമ്പത്തികമായി നന്മ ചെയ്യൂ. എന്തുകൊണ്ട്? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. തീർച്ചയായിട്ടും അല്ലാഹു സാമ്പത്തിക രംഗത്ത് സഹായം ചെയ്യുന്നവരെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു നമുക്കത് തരട്ടെ. ചെറിയ വിഷയമല്ല. 3 കാര്യങ്ങളാണ് ഇഹ്സാൻ, കച്ചവടത്തിലെ പുണ്യം പറഞ്ഞത്. 4 കേട്ടോളൂ. 4-മത്തേത്. ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയമായിട്ടുണ്ട്, നമ്മളതൊക്കെ മനസ്സിലാക്കണം. 4-മത്തെ കാര്യം എന്താണ്? കടം മേടിക്കുന്നവർ കടം വീട്ടുന്നതിൽ മാന്യത കാണിക്കുക. അവിടുന്ന് ഇങ്ങോട്ടുള്ളത് മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ടുള്ളതും പഠിക്കണേ. ഒരു ഭാഗം മാത്രം പറഞ്ഞ ഈ കടം മേടിക്കുന്നവരിൽ ഇങ്ങനെ വിലസി നടക്കും. നിങ്ങള് കേട്ടില്ലേ മുസ്ലിയാരും അറിഞ്ഞേ, നമ്മളിങ്ങനെ കടക്കം മേടിക്കില്ല, പുണ്യമുള്ള കാര്യമാണ് എന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട്. കടം മേടിക്കുന്നവർ കടം വീട്ടുന്ന സന്ദർഭങ്ങളിൽ, വീട്ടുന്ന കാര്യത്തിൽ മാന്യത കാണിക്കുക. കച്ചവടക്കാരും അല്ലാത്തവരും ഞാനും നിങ്ങളും അത്യാവശ്യത്തിന് കടം വാങ്ങിക്കുന്നവരാണ്, അല്ലേ? കടം തന്ന് സഹായിക്കുന്ന മനുഷ്യനെ മാനിക്കുക തന്നെ വേണം, ഇസ്ലാം പറയുന്നു. എത്രത്തോളം അവധി എത്തുന്നു? ഇന്നിപ്പോ എത്രയാ? 30-ാം തീയതിയാണ്. 1-ാം തീയതി അവധി പറഞ്ഞിട്ടൊരു കടം മേടിച്ചിട്ടുണ്ട് ഞാനോ നിങ്ങളോ. നോക്കുമ്പോ ഫണ്ട് വിചാരിച്ചതുപോലെ 1-ാം തീയതിയിലേക്ക് തെർത്തീബാവൂല്ല. ഇപ്പൊ തന്നെ മനസ്സിലാകുന്നുണ്ട്. എന്താ ചെയ്യാ? എന്നാ ഫോണാണ് ഓഫാക്കുക, അല്ലേ എളുപ്പം? അത് ചെയ്യാൻ പാടില്ല. അങ്ങോട്ട് വിളിക്കാം. കൂട്ടുകാരാ, നമ്മൾ 1-ാം തീയതിയാ പറഞ്ഞത്, അന്ന് നടക്കില്ല. ഒരു 15 ദിവസം നമ്മൾ കാൽക്കുലേഷനിൽ നമുക്ക് എന്ന് കിട്ടുമെന്ന് തോന്നുന്ന ആ ഡേറ്റ്. നുണ പറയരുത്, പിന്നെ ഹലാക്കാവും. അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടാണ് ഫണ്ട് വരുന്നത്, 1 മാസം കൂടി ഒന്ന് അവധി അങ്ങോട്ട് വിളിച്ചു പറയാം. ഇങ്ങോട്ട് വിളിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. ഇന്നിപ്പോ ആരാപ്പി പണിയൊക്കെ ചെയ്യല്? ഇത് ചെയ്ത റാഹത്താണ്. നേരത്തെ തന്നെ വിളിച്ചിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് അവധി തരണം എന്ന് പറഞ്ഞാൽ കേൾക്കണവന് റാഹത്ത്. മറ്റവൻ ഈ ഔങ്ങി മുങ്ങി ഒളിച്ച് നടക്കേണ്ട ഗതികേടും ഉണ്ടാവില്ല. കാര്യമാണ് തുറന്നു പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാവർക്കും എളുപ്പമുള്ള പണിയാണ് ദീൻ പറഞ്ഞു തരുന്നേ. അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചു പറയാ. അവധി എത്തി കൊടുക്കാനാവൂല്ലെങ്കിൽ ഫണ്ട് കയ്യിലെത്തിയാൽ ഫണ്ട് റെഡിയാണ്, വന്നോ, ഇങ്ങോട്ട് വരുത്താൻ പാടില്ല. നീ അവിടെ പോയി മേടിച്ചു, അവിടെ തന്നെ കൊണ്ടുപോയി കൊടുക്കുക. ഫണ്ട് റെഡിയാണ്, വരാൻ ഒഴിവുണ്ടോ? എന്നിട്ട് ആ സാധുവിനെ അങ്ങോട്ട് വരുത്തുക പാടില്ല. കടം വാങ്ങിക്കുന്നവർ വീട്ടുന്ന കാര്യത്തിൽ ഇഹ്സാൻ ചെയ്യണം. മുത്ത് റസൂൽ പറയുന്നു, ഖൈറുക്കും അഹ്സനുക്കും ഖലാആ. ബുഖാരി മുസ്ലിം. ഖൈറുക്കും, നിങ്ങളിൽ മാന്യന്മാർ, നിങ്ങളിൽ ഉത്തമർ ആരാന്നറിയോ? അഹ്സനുക്കും ഖലാആ, നല്ല നിലക്ക് കടം വാങ്ങി നല്ല നിലക്ക് കടം വീട്ടുന്നവരാണ് നിങ്ങളിലെ ഉത്തമർ. അല്ലാതെ കുത്തിമറിച്ചിൽ കൂടിയവര് എന്നല്ല, അതല്ല പറഞ്ഞത് റസൂലുള്ള. നല്ല നിലക്ക് കടം വാങ്ങി വാങ്ങല നല്ല നിലക്ക് തന്നെ ആയിരിക്കും. വളരെ നല്ല നിലക്കായിരിക്കും മേടിക്കല്. ഇത് കൈ കിട്ടിയാലുള്ള സ്വഭാവം മാറുക. അഹ്സനുക്കും ഖലാഅ, നല്ല നിലക്ക് വീട്ടുന്നവരാണ് നിങ്ങളിലെ ഉത്തമർ. ഇങ്ങനെ നല്ല നിലക്ക് വീട്ടുക. 1-ാം തീയതിയാണ് സമയം പറഞ്ഞത്. 1-ാം തീയതിയുടെ മുമ്പ് തന്നെ കാശെത്തിയാൽ അപ്പൊ വീട്ടുക. അവധി ഇനി 2 ദിവസം ഉണ്ടല്ലോ, ഫണ്ട് പടി ഇരിക്കട്ടെ, അന്ന് വീട്ടാ. അത് വേണ്ട, അപ്പൊ വീട്ടുക. എപ്പോഴാണോ ഫണ്ട് എത്തുക
അവധിയാകാൻ കാത്തിരിക്കേണ്ട, കാരണം അത് വീട്ടാൻ നീ ബാക്കിയുണ്ടാകുമെന്ന് നിനക്കെന്തുറപ്പാണ്? അതിന്റെ മുമ്പ് നീ ചൂടാറിപ്പോയാൽ, നിന്റെ കടം വീട്ടുന്ന കാര്യത്തിൽ മക്കൾ അനാസ്ഥ കാണിച്ചാൽ നിന്റെ കാര്യം കഷ്ടമാണ്. അള്ളാഹ് ചോദിക്കും, ഫണ്ട് എത്തിയിട്ട് നീ എന്തേ കൊടുക്കാതിരുന്നത്? അത് കയ്യിൽ ഉണ്ടായിട്ടും നീ എന്തേ കൊടുക്കാതിരുന്നത്? എന്താ ഇതിന് മറുപടി? ഇതിന് മറുപടി ഇല്ല. അതുകൊണ്ട് അവധി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ മുമ്പ് ഫണ്ട് വരികയാണെങ്കിൽ അത് കൊടുക്കുക. ഇനി കടം വീട്ടാൻ പറ്റണില്ലെങ്കിലോ? ഞാൻ കടം മേടിച്ച് എനിക്ക് സമയത്തിന് വീട്ടാൻ കഴിഞ്ഞില്ല, പിന്നൊരു അവധി പറഞ്ഞു, അന്നും വീട്ടാൻ കഴിഞ്ഞില്ല, ഞാൻ എന്താ ചെയ്യാ? ഞാൻ നാട് വിടേ? പാടില്ല. ഞാൻ ഈ ആളെ കാണുമ്പോൾ മുങ്ങി നടക്കേ? പാടില്ല. എന്താ ഞാൻ ചെയ്യേണ്ടത്? അത് പഠിച്ചോ. കടമുള്ളവർ എന്താ ദുആ ചെയ്യേണ്ടതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ടല്ലോ. അവൻ ഒരു പ്രതിജ്ഞ എടുക്കുക, റബ്ബേ, നീ എന്നാണ് എന്റെ കയ്യിൽ അതിനു വേണ്ട കടം വീട്ടാൻ വേണ്ട തുക ഏൽപ്പിക്കുന്നത് എങ്കിൽ ആ നിമിഷം, ആ ദിവസം തന്നെ ഞാൻ കടം വീട്ടുമെന്ന പ്രതിജ്ഞ എടുക്കുക. എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക, ഖജനാവിന്റെ ഉടമസ്ഥനായ റബ്ബേ, നീയാണല്ലോ മുതലാളി. ഈ ഭൂമിയിലുള്ള അംബാനിയും അദാനിയും യൂസുഫ് അലി അടക്കമുള്ളവരൊക്കെ നിന്റെ മുന്നിൽ ഫക്കീറന്മാരാണ് അല്ലാ. കാരണം അവരുടെ പോക്കറ്റ് മണിയും അക്കൗണ്ട് മണിയൊക്കെ നിന്റെ ഖജനാവിലെ പണമാണല്ലാ. എന്റെ ആവശ്യത്തിന് നീ തന്നാലും നീ തരണം റബ്ബേ എന്ന് ദുആ ചെയ്യാം. പച്ച മലയാളത്തിൽ അങ്ങോട്ട് ദുആ ചെയ്യാം. അതിന്റെ മുമ്പ് ഈ നിയ്യത്ത് വേണം. ഫണ്ട് കിട്ടിയ അപ്പ വീട്ടുന്നുള്ള നിയ്യത്ത് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ അത്യാവശ്യത്തിന് കടം മേടിച്ചു, വഹുവ യൻവി ഖളാഅഹു, അത് വീട്ടണമെന്ന് ആ മനുഷ്യൻ നിയ്യത്ത് വെക്കുകയും ചെയ്താൽ, വക്കലല്ലാഹു ബിഹി മലായികതൻ യഹ്ഫളൂനഹു വയദ്ഊന ലഹു. വീട്ടണമെന്നുള്ള നിയ്യത്തോടുകൂടെ അത് മേടിച്ചു അത്യാവശ്യത്തിന് എങ്കിൽ വക്കലല്ലാഹു ബിഹി മലായികതൻ, ഈ കടം മേടിച്ച സാധുവിന്റെ കാര്യത്തിൽ അള്ളാഹു നിയമിക്കും ഒരു കൂട്ടം മലക്കുകളെ. എന്തിന്? യഹ്ഫളൂനഹു, ഇയാളെ സംരക്ഷിക്കാൻ. പിന്നെ ആ പൈസ കിട്ടാനുള്ള ആള് വന്ന് അടിക്കൂല. ഇവിടെ പിടിച്ചിട്ട് കാശ്, കാരണം മലക്കുകളെയാണ് അള്ളാഹു പ്രൊട്ടക്ഷന് നിർത്തിയേക്കണേ. മാന്യമായ ന്യായമായ ആവശ്യത്തിന് കടം മേടിച്ചു, കിട്ടിയ അപ്പ കൊടുക്കുന്നുള്ള നീയത്തുണ്ട്, അത് കൊടുക്കുകയും ചെയ്യും. പക്ഷെ സാധ്യമായിട്ടില്ല ഈ സാധുവിന്. ദുആയോടുകൂടെ ഈ നീയത്തോടുകൂടെ നിൽക്കുന്ന ആളെ സംരക്ഷിക്കാൻ വേണ്ടി മലക്കുകളെ അള്ളാഹു നിയമിക്കും. യഹ്ഫളൂനഹു, ഈ മലക്കുകൾ ഈ പാവം കടം ബാധ്യതയുള്ള മനുഷ്യനെ സംരക്ഷിക്കും. വയദ്ഊന ലഹു, മലക്കുകൾ ദുആ ചെയ്യും അള്ളാഹിനോട്, പാവത്തിന്റെ കടം വീട്ടണേ എന്ന്. അതുകൊണ്ട് കയ്യിലില്ലെങ്കിൽ ചെയ്യേണ്ട മാർഗമാണ് ഈ പറഞ്ഞത്. ഇതുപോലെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്, ഒരു കാരണവശാലും കടം തന്ന് സഹായിച്ചവനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഒരു വാക്കുകൊണ്ടുപോലും പരുഷമായി അങ്ങോട്ട് പറയാൻ പാടില്ല. അയാൾ ചിലപ്പോൾ പരുഷമായിട്ട് പറയും, എത്ര ദിവസമായി തരാം 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 എന്നും പറഞ്ഞു നടക്കണേ, എനിക്ക് ഈ തരാം തരാം പാട്ട് കേൾക്കണ്ട, കാശിത. അപ്പൊ പറയണം, നിവൃത്തിയില്ലായിട്ടാ, ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാ, ദയ കാണിക്കണം, എന്നോട് ദയ കാണിക്കണം, നിവൃത്തിയില്ല. നിന്റെ ഈ വേഷം കെട്ടൊന്നും ഇവിടെ നടക്കൂല, കേട്ടിരിക്കുക, കേട്ടങ്ങനെ നിൽക്കുക, അങ്ങോട്ടൊന്നും പറയരുത്. ചില ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, കുറച്ച് സ്ട്രോങ് ആയിട്ട് പൈസ കിട്ടാനുള്ള ആള് വർത്താനം പറഞ്ഞു, എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കിട്ടണ വഴി നോക്ക്. വല്ലാഹി എനിക്കെന്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. ഞാനൊരു സാധുവിനെ സഹായിച്ചു. എന്റെ നാട്ടിൽ എവിടെ ഒന്നും അല്ലട്ടോ, ഇവിടെ ആരും നിങ്ങൾ കടം ചോദിക്കാൻ വരണം, അതിമാത്രം ഫണ്ടൊന്നും എന്റെ കയ്യിലില്ല. ഒരു സാധുവിനെ സഹായിച്ചു, അവധി എത്തി, തന്നില്ല. അവധി നീട്ടിക്കൊടുത്തു, തന്നില്ല. നാളെ കയ്യിലില്ലാത്തതുകൊണ്ടാണോ? ഉണ്ട് എന്നെനിക്കറിയാം. ലാസ്റ്റ് ഞാൻ പറഞ്ഞത് ശരിയായ ഇടപാടല്ല, ഉണ്ടായിട്ടും തരാത്ത ഇയാൾ കിട്ടണ പണി ചോദിക്കുവായിരുന്നു എന്നോട്. ഇന്നും എനിക്ക് ആ പൈസ കിട്ടാണ്ട്. അത് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല കേട്ടോ. എന്തുകൊണ്ടാ കൊടുക്കാത്ത? ഞങ്ങളോട് ഈ പൊരുത്തപ്പെട്ടതാറോ മൊയിലേര് പൊരുത്തപ്പെടൂലെന്നോ? അതെന്തുകൊണ്ടറിയോ? ഉണ്ടായിട്ട് ധിക്കാരം കാണിച്ചതുകൊണ്ട്. ഉണ്ട് എനിക്കറിയാം, പണ്ടുണ്ട്, തരാൻ പറ്റാത്തൊരു ഭീമമായ തുകയൊന്നും അല്ലത്. ഇയാൾ കിട്ടണ വഴി നോക്കിക്കോ. ഇതൊരിക്കലും പറയാൻ പാടില്ല. 10 പൈസ കയ്യിലില്ലാത്ത പരമദരിദ്രനാണെങ്കിലും അഹങ്കാരത്തിനൊരു കുറവൊന്നുമില്ല. ഈ വർത്തമാനം ഒരിക്കലും പറയാൻ പാടില്ല. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ലേ, അവിടുന്ന് ഇങ്ങോട്ട് പറയാൻ അയാൾക്ക് അവകാശമുണ്ട്.
ഇഖ്തിദാഅൻ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് റസൂൽ പഠിപ്പിച്ച മാതൃക അതാണ്. പണം കിട്ടാനുള്ള വ്യക്തി പരുഷമായി സംസാരിച്ചാലും, ഇച്ചിരി ചൂടായാലും, ഇച്ചിരി വഴക്ക് പറഞ്ഞാലും അങ്ങോട്ടൊന്നും പ്രതികരിക്കാൻ പാടില്ല. നിസ്സഹായാവസ്ഥ പ്രകടിപ്പിച്ചുകൊണ്ട്, മാപ്പപേക്ഷിച്ചുകൊണ്ട്, സാവകാശത്തിന് വേണ്ടി യാചിക്കുകയല്ലാതെ അയാളെ തലയിൽ കയറാൻ പാടില്ല എന്നത് നബി തങ്ങളിൽ നിന്നുള്ള മാതൃകയാണ്. ബുഖാരി മുസ്ലിമിലെ ഹദീസത. റസൂലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് കടം വാങ്ങി, അവധി പറഞ്ഞ് കടം വാങ്ങി, അവധി വന്നു. ഇയാൾ ആ പൈസ മേടിക്കാൻ തിരുഹളറത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ എത്തിയ നേരത്ത് അപ്പ പൈസ എടുത്ത് കൊടുക്കാനില്ല. റഹ്മത്തുല്ലിൽ ആലമീനായ അംബിയാ മുർസലുകളുടെ അധ്യക്ഷരായ അള്ളാഹുവിന്റെ ഹബീബായ മുത്തു റസൂലിന് തന്റെ കടം വീട്ടാൻ പണമില്ല. അവിടുന്ന് 2 മാസം വേവിച്ച ആഹാരം കഴിക്കാതെ വെള്ളവും ഈത്തപ്പഴവും കഴിച്ച് ഉപജീവനം നടത്തിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. കടം വീട്ടാൻ ഫണ്ടില്ല. ആ ചങ്ങായിനോട് പറഞ്ഞു, അവധി ഇന്നെന്നെയാണ്, പക്ഷേ ഇച്ചിരി കൂടെ സാവകാശം വേണല്ലോ സഹോദര. മാന്യമായി റസൂല് പറഞ്ഞപ്പോ ഫജഅല റജുലു യുശദ്ദിദുൽ കലാം, അയാൾ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ആ വ്യക്തി കുറച്ച് പരുഷമായി നബി തങ്ങളോട് വർത്താനം പറഞ്ഞു. എനിക്കെന്റെ കാശ് കിട്ടണം, അതൊന്നും പറ്റില്ല എന്നും പറഞ്ഞിട്ട് അങ്ങേര് റസൂലുള്ളാഹിനോട് ചൂടായി. ചൂടാകാൻ അയാൾക്ക് അവകാശമുണ്ട്. ആരോടായി ചൂടാണ്? മുത്തു റസൂലിനോട്. ഫഹമ്മ ബിഹി അസ്ഹാബുഹു, ഈ രംഗത്തിന് സാക്ഷിയായ സ്വഹാബാക്കൾ അയാളെ കൊക്കിന് പിടിച്ചിട്ട് 2 പൊട്ടിക്കൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ട് ഇറങ്ങി. അയാളെ പിടിച്ചിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് റസൂലിനോടായി ചൂടാകണേ. പൈസ തരൂലെന്നൊന്നും റസൂല് പറഞ്ഞിട്ടില്ലല്ലോ. അയാളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അരുമ സഖാക്കൾ അയാളുടെ അരികിലേക്ക് പാഞ്ഞെടുത്തപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദഊഹു ഫഇന്ന ലിസാഹിബിൽ ഹഖ് മഖാല. ബുഖാരി. ദഊഹു, വിട്ടേക്ക്, തൊട്ടു പോകരുതാ മനുഷ്യനെ. ദഊഹു, അയാൾ എന്നോട് കയർത്തു. ഫഇന്ന ലിസാഹിബിൽ ഹഖ് മഖാല, പൈസ കിട്ടാനുള്ളവനെ ചില ഡയലോഗൊക്കെ അടിക്കാൻ അവകാശമുണ്ട്, പരുഷമായി സംസാരിക്കാൻ അവകാശമുണ്ട്. വിട്ടേക്ക്, പിടിക്കരുത്, അനങ്ങരുത്, വിട്ടേക്ക്. ഇത് റസൂലിന്റെ മാതൃകയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ളത്, കടം വാങ്ങിയവനും കൊടുത്തവനും തമ്മിൽ ഒരു കശപിശ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. മസ്ലഹത്ത് കമ്മിറ്റിക്കാർ ഇറങ്ങേണ്ടി വരും ചിലപ്പോൾ വലിയ തുകയൊക്കെ ആണെങ്കിൽ, അല്ലേ? നമ്മൾ മധ്യസ്ഥന്മാരാകേണ്ടി വരും അയൽവക്കത്തെ കേസോ കുടുംബത്തിലെ കേസൊക്കെ ആണെങ്കിൽ. ഇങ്ങനെയാണെങ്കിൽ ഈ മധ്യസ്ഥൻ ഏത് പക്ഷത്ത് നിൽക്കണം? കടം മേടിച്ചവന്റെ പക്ഷത്ത് നിൽക്കണോ, കൊടുത്തവന്റെ പക്ഷത്ത് നിൽക്കണോ? കൊടുത്തവൻ പറഞ്ഞു ഇത് നടപടിയാക്കി തരികയാണെങ്കിൽ 5% കമ്മീഷൻ തരാം. ഇപ്പൊ എവിടെ നിൽക്കുക? ഇതൊന്നും മൊയ്തേരെ ഞങ്ങൾക്ക് വയലറിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാതൊക്കെ, അല്ലെ? ദീനെന്താ പറയുന്നതെന്നാ നമ്മളിപ്പോ ഇവിടെ വിശദീകരിക്കുന്നത്. കടം മേടിച്ചവനും കൊടുത്തവനും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ മധ്യസ്ഥന്മാർ, ന്യായാധിപന്മാർ ഏത് പക്ഷത്ത് നിൽക്കണം? ദീനുൽ ഇസ്ലാം പറയുന്നു, മേടിച്ചവൻ മാന്യമായ നിലയ്ക്ക്, ന്യായമായ നിലയ്ക്ക് അത്യാവശ്യത്തിന് മേടിച്ചതാണ്. അദ്ദേഹം അവധി എത്തിയിട്ടും കൊടുക്കാത്തത് നിസ്സഹായ അവസ്ഥ കൊണ്ടാണെങ്കിൽ കടം മേടിച്ചവന്റെ പക്ഷത്ത് നിന്ന് മാന്യമായി സംസാരിക്കുക, കിട്ടാനുള്ള ആളോട് മാന്യമായിട്ട് സംസാരിക്കുക. സുഹൃത്ത്, ഇല്ലാത്തത് കൊണ്ടല്ലേ ആ സാധു, കണ്ടോ, ഇല്ലാത്തത് കൊണ്ടല്ലേ, ഉണ്ടാവുമ്പോ തരും എന്ന് പറഞ്ഞിട്ട് മേടിച്ചവന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കാണ് വേണ്ടത്. എന്തുകൊണ്ട്? മേടിച്ചവൻ ദരിദ്രനും കൊടുത്തവൻ സമ്പന്നനുമാണ്. സമ്പന്നനല്ലേ ദരിദ്രനെ സഹായിക്കാൻ പറ്റുക? അവൻ മേടിച്ചവന്റെ ഭാഗത്ത് നിൽക്കുക. നേരെ മറിച്ച് മേടിച്ചവൻ റോങ് ആണ്. അതെങ്ങനെ റോങ്? ഇയാൾ പൈസ മേടിച്ചിട്ട് കള്ളു കുടിച്ചതാണ്, അല്ലെങ്കിൽ ദൂർത്തടിച്ചതാണ്, അല്ലെങ്കിൽ അവധിയൊന്നും പറയൂല, മുങ്ങി നടക്കുകയാണ്. ഇയാൾ ഈ കൊടുത്ത ആളുടെ ഫോണിന്റെ ട്യൂണ് കന്നാലി അലറുന്ന സൗണ്ടാ, ആ സൗണ്ടാ. ഏത് റിംഗ് ട്യൂൺ അങ്ങനെയാണ്. അതടിച്ചാ അറിയാതെ ആരാണ് ഈ വിളിക്കണത്. പിന്നെ അത് എടുക്കൂല. കുട്ടികളോട് പറയും തുടരുന്നത്, എനിക്കറിയാതെ കൈകാര്യം ചെയ്യാൻ. ഫോൺ എടുക്കൂല. ഞാൻ പെരുമ്പാവൂര് നിൽക്കുന്ന സമയത്ത് ഇതേമാതിരി, ഞാൻ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാ. ഒരു ചങ്ങാതിന്റെ ഫോൺ ഉണ്ട്, കന്നാലിയുടെ കരച്ചിലിങ്ങനെ. അതെന്താടോ ചോദിച്ചു? അത് പാമ്പാണ് പറഞ്ഞു. എന്താ പാമ്പ്? ഇച്ചിരി കാശ് അയാൾക്ക് കൊടുക്കാണ്ട്, അതുകൊണ്ട് അയാള് പാമ്പായി. ആലോചിച്ചു നോക്ക് ഗതികേട്. നല്ല ബന്ധത്തിൽ പോകുകയായിരുന്നു, പൈസ കടം കൊടുത്തോടുകൂടി തെറ്റി. എങ്ങനെ പിന്നെ ഈ വഴതുകൊണ്ടൊക്കെ പൈസ കൊടുക്കുക? ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അപ്പോൾ പൈസ കിട്ടാനുള്ളവന്റെ പക്ഷത്ത് നിന്നാ സംസാരിക്കേണ്ടത്. കാരണം മറ്റേ ആള് റോങ്ങാ, മേടിച്ചാള്.
അപ്പൊ അവന്റെ പക്ഷത്ത് നിന്ന് ന്യായക്കേടൊരിക്കലും സംസാരിക്കാൻ പാടില്ല. ഈ വിഷയമൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇന്നലെ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, നമ്മുടെ വെള്ളിത്തിരയിലെ തിരയിളക്കവും അമ്മയിലെ കൂട്ടരാജിയും നമുക്ക് പള്ളിയിലൊന്ന് പറയണ്ടേ? എന്ത് തേങ്ങ അല്ലെങ്കിൽ അത് ഇവിടെ പറയാൻ? അതൊക്കെ പത്രത്തിലും TV തുറന്ന അതന്നെ ഉള്ളത്. നമ്മുടെ പൂർവീകരായ ആലിമീങ്ങൾ ഈ സിനിമാ ലോകം എന്താണെന്നും ആ വഴിക്കൊക്കെ പോയാൽ എന്താ സംഭവിക്കാന്നും പണ്ടേ സിനിമ ഹറാമാന്ന് നമ്മൾ ചെറിയ മദ്രസന്നെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അതിനെന്തിന് എത്ര വയത്? അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അവിടെ രാജ്യോ അല്ലാത്ത ഒക്കെ നടന്നോട്ടെ, നമുക്കിപ്പോ അത് ചർച്ചയല്ല. കാരണം നമ്മളുമായി ബന്ധപ്പെട്ട മേഖല അല്ലത്, ഇത് നമ്മളുമായി ബന്ധപ്പെട്ട മേഖല. ഇത് കുറച്ച് വിശദീകരിച്ച് പറയും വേണം. എന്തുകൊണ്ട്? ഖുർആൻ ഇതാണ് വിശദീകരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഖുർആനിലെ ഏറ്റവും ലോങ്ങായ ആയത്ത്, നീളം കൂടിയ ദൈർഘ്യമേറിയ ആയത്ത് ഏതാണ്? തൗഹീദ് പറഞ്ഞ ആയത്തല്ല, നിസ്കാരം പറഞ്ഞ ആയത്തല്ല, റമളാൻ നോമ്പ് പറഞ്ഞ ആയത്തല്ല, ഹജ്ജ് നല്ലൊരു അമലല്ലേ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ ആയത്തല്ല. പിന്നെ ഏത് വിഷയത്തിലാ? സാമ്പത്തിക ഇടപാടിൽ കടം കൊടുത്ത് സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട ആയത്ത്. സൂറത്തുൽ ബഖറ 282 282 ഒരു പേജാണ് ഒരായത്ത്, ഒരു പേജ്. അത്ര വിശദീകരിച്ച് പറഞ്ഞെങ്കിൽ ഒരു 4 വെള്ളിയാഴ്ച കൂടിയാൽ അടുത്ത വിഷയം പറയാനായില്ലേ മൊയിലേറെ? ഇതന്നൊന്ന് പഠിക്കുക. കാരണം ഇതിലൂടെ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച സംസാരിക്കാം. ഇന്നത്തെ